ഹലോ ഗായ്സ്, ഡേ ബൈ ഡേയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശരത്ത്, അതെ അശ്വിൻ. അപ്പൊ ഇന്ന് എന്താ വെച്ചാല് ഒരു സംഭവം അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇനി ഞങ്ങളുടെ വീഡിയോ കത്തി കേറും അല്ലടാ, കയറും. കയറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി മുതല്, അല്ലെ? അപ്പൊ ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ് ഞങ്ങൾ രണ്ടാളും കൂടെ. അപ്പൊ അൺബോക്സ് ചെയ്യാം, നമുക്ക് അൺബോക്സിംഗിലേക്ക് പോവാം. അപ്പൊ അൺബോക്സ് ചെയ്യാൻ പോകുന്ന കത്തി കാണുന്നില്ല, എന്ത് ചെയ്യും? ആ കത്തി അപ്പൊ നോക്ക്, ഒരു കത്തിയിലാണ്ട് എങ്ങനെ അൺബോക്സ് ചെയ്യും? കടിച്ചു മുറിക്കാത്ത നീ സ്പൂൺ വെച്ചിട്ട് ചെയ്യാം. ഇത്രയും ദാരിദ്ര്യം പിടിച്ച യൂട്യൂബർ മതി എന്നാ മതി. സംഭവം കത്തിയില്ലാത്തോണ്ട് സംഭവം സ്പൂൺ വെച്ച് മുറിക്കാണ്ടുള്ളതാണ്. ക്യാമറ സെറ്റപ്പിലൊക്കെ വൺ സെറ്റപ്പിലെ സംഭവം ചെയ്യുന്നത്. സംഭവം വൺ സെറ്റപ്പിലാണ്, പക്ഷെ വീഡിയോ ശകണായിരിക്കും. ഓണാക്കട്ടെ അൺബോക്സ് ചെയ്യാം നമുക്ക്. സ്പൂൺ വെച്ചിട്ടൊക്കെയാണ് സംഭവം, സിമ്പിളാണ്. സ്പൂൺ നല്ല മൂർച്ചയുണ്ടേ, കുഴപ്പമില്ല. സംഭവം കിട്ടില്ല സാധനമാണ്. ഇതിന്റെ ഫെസിലിറ്റിയിലും ശരത്ത് പറഞ്ഞുതരും. അതെല്ലാം നീ പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ ഇതില് പങ്കാളി മാത്രം. എല്ലാരും ആകാംക്ഷയോടെ അങ്ങനെ കാത്തിരിക്കാ, ഈ പൊട്ടന്മാരെന്താ തുറക്കുന്നതെന്നുള്ള രീതിയിൽ. അപ്പം ഇതിന്റെ ആവശ്യം ഇനിയില്ല. സാധനം കിട്ടിയതാ മക്കളെ, കണ്ട മക്കളെ, ഇനിയാണ് കളി. തിരിച്ചു പിടിക്കുക കുട്ടാ, നീ ഒന്ന് നേരെ പിടി. ഓക്കെ ഇനിയാണ് കളി. ഇതും കൊണ്ട് കളിക്കും. ഇനി ഞങ്ങളുടെ ഈ പേട്ട ശബ്ദം കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇനി ഞങ്ങളുടെ കൂടെ ഈ സാധനം ഉണ്ടാവും. അപ്പൊ നമുക്കിത് ഒന്ന് പൊട്ടിച്ചളയാം. ഓക്കെ, ഇനി ഇത് പൊട്ടിക്കാം. ഓക്കെ എന്ന് പറയുന്നത് നമ്മുടെ സ്പൂണാണ് ഇന്നത്തെ. സ്പൂണും കൊണ്ട് കഴിക്കാൻ മാത്രല്ല, ഇങ്ങനെ ഉപകാരം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോളൂ. സ്പൂണിൽ ഇങ്ങനത്തെ കടിച്ചു മുറിക്കൂ. സ്പൂൺ ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നേരെ പോണ്ടി വരും. സാധനം മുറിഞ്ഞു എന്തായാലും. അപ്പൊ അങ്ങനെ സാധനം കിട്ടി ഗൈസ്, സാധനം കിട്ടിയിരിക്കുന്നു. ഇവ കളർഫുൾ ആണല്ലേ, ബോക്സ് കളർഫുൾ ആണ്. ഇനി ഉള്ളിൽ സാധനം ഇതന്നെയാണെന്നുള്ള നമുക്കറിയില്ല. ഇതന്നെയാണോ അറിയാം. നീ ആമസോണിൽ ബുക്ക് ചെയ്ത്? ആമസോൺ ആയിട്ട് പറയുന്നതാ. അപ്പൊ നമ്മള് ഇത് എല്ലാ യൂട്യൂബേഴ്സിനും സ്റ്റാർട്ടിങ്ങിൽ റെക്കമെൻഡ് ചെയ്യുന്നു. കിട്ടുന്ന സാധനമാണ്. അത്യാവശ്യം വില കുറവില് നല്ല ഫെസിലിറ്റിയില് കിട്ടുന്ന സാധനം. കേബിൾ ഉണ്ട്, അവര് പറയുന്നുണ്ട്. ഇത് കേബിള് മോനെ, എന്റെ മോനെ, എത്ര പൈസ കമന്റ് ചെയ്ത് ഗസ് ചെയ്തിട്ട് എത്ര ഉണ്ടാവും? ഒറ്റ മൈൻഡിൽ ബുക്ക് ചെയ്തതാ അശ്വിൻ. ഒറ്റ മൈൻഡിൽ ബുക്ക് ചെയ്ത സാധനം അത്. പൈസ പോട്ടെ പവർ അത്രേ ഉള്ളൂ. അതെ, ക്യാമറ ഇത് കിട്ടുന്നില്ലല്ലോടാ. പവറിലെ സാധനം നല്ല പവറുണ്ട്, പവറിലെ സാധനമാണ്. ഇത് നോക്കിയേ, 1 year വാറന്റി ഉണ്ട് നമുക്ക്. സാധനം 1 year വാറന്റി. എന്തൊക്കെയുണ്ട് ഇതില്? നമുക്ക് എടുത്ത് വെക്കാം. ഇത് നമുക്ക് ആവശ്യമില്ല അല്ലടാ. സാധനം കാണിക്കുന്നീ പിള്ളേരെ ഇത് പെട്ടെന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ. നമ്മളത്ര ഇതല്ല, നമ്മൾ പെട്ടെന്ന് കാണിക്കാം. എല്ലാരും ഞെട്ടട്ടെ. ഇത് എന്ത് കുന്ത്രാണ്ടാന്ന് വിചാരിക്കണ്ടാവൂലേ. എന്ത് മൈക്ക് പേര് മേടിച്ചിക്കണ്. സത്യം പറയട്ടെ അശ്വിനെ, ഇത് കവർ ഒരു നല്ല കവറാണ്. മോനെ താക്കോല് വെട്ടി നല്ല ബ്രാൻഡാ തോന്നുന്നുണ്ട്. പേരൊക്കെ നല്ല ബോക്സ് കുലുങ്ങണ്ടോ പറഞ്ഞ. ചെറിയ ക്യാമറ ഇതിന്റെ ഉള്ളിൽ വെച്ച പോലെ ഉണ്ട് അല്ലേ? മൈക്ക് തീ മൈക്കെന്ന് കേട്ടെ. ഇത് കുലുങ്ങണ്ട് കേട്ടെ. ഇതൊന്ന് അടച്ചിരുന്ന് കുലുക്കേ കുലുങ്ങുന്നുണ്ട്. ഞാൻ കേട്ടെ കുലുങ്ങുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല. അതെന്താ സംഭവം അറിയോ? അതിന്റെ തുറക്ക് ഈ സാധനം കണ്ട, ഇതൊരു കുഞ്ഞു സാധനം ഇല്ലേ ഇവിടെ, ഇത് കണ്ട, ഇതാണ് കുലുങ്ങുന്നത്. പക്ഷെ ഇതൊരു പ്രശ്നമില്ലാന്ന് ഞാൻ നോക്കിയപ്പോ കണ്ടത്. ഉള്ളിലുള്ള സംഭവം അല്ല, കണ്ടു ചെറിയ ക്യാമറകളിൽ ഇരിക്കുന്ന പോലെ ഉണ്ട് അല്ലടാ. കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം അല്ലേ? കാണാൻ മാത്രം ഭംഗിയില്ല മോനി. നോക്കാം, സൗണ്ട് ഒക്കെ നോക്കിയാ വേണേ പാട്ട് പാടിയിട്ടൊക്കെ നോക്കാം. നല്ല കഴിവില്ലെങ്കിലും നമുക്ക് വെറുതെ ഇതാണ് സാധനം. എന്തായാലും ഇതിലിങ്ങനെ കൊറേ മോഡൊക്കെ ഉണ്ട്. ഇത് ചാർജ് ഇത് ഒരു ഇതാണേ. ഇത് ബോക്സ് ആണ്. ഈ ബോക്സ് ചാർജ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇയർപോഡ് പോലെ തന്നെ അല്ലേ? ഇതിന്റെ ഫെസിലിറ്റീസ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. അതെ അതായിരിക്കും കുറച്ച് ബെറ്റർ. അതെ. ഓക്കെ, അപ്പോ
ഇതിന്റെ ഫെസിലിറ്റീസിനെ കുറിച്ചിട്ട് എന്നെക്കാട്ടിൽ അടിപൊളിയായിട്ട് പറയുന്നത് അശ്വിനാണ്. അപ്പൊ അശ്വിൻ പറയുന്നതായിരിക്കും അല്ല അശ്വിനെ ഈ പറയില്ലേ? ശ്രമിക്കാം കുറച്ച് അറിയാവുന്നത്. നീ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ മൈക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അശ്വിൻ പറഞ്ഞു തരുന്നതായിരിക്കും. നന്നായിട്ട് പറഞ്ഞു തരാൻ അറിയുന്ന വിചാരിക്കുന്നത്. അതെ അതെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്കറിയുന്ന കാര്യം ഞാൻ എന്താ വാങ്ങുമ്പോ കുറച്ച് സാധനം നോക്കി പറ്റി നമ്മള് നോക്കുമല്ലോ ഇങ്ങനെ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങള് ജസ്റ്റ് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ച് അശ്വിൻ അവനും പറയും. ഞാൻ ഡൗട്ട് ചോദിക്കാം. ഇക്കാണെങ്കിൽ ഇതിനെ കുറിച്ചൊക്കെ ചെറിയ ചെറിയ ഡൗട്ടുകളുണ്ട്. ഇപ്പോഴല്ല തീർക്കണ്ടേ. ഞാൻ ശരിക്കും വേറൊരു ദിവസം ഞാൻ തീർക്കുന്നതായിരിക്കും ഇതിനെ കുറിച്ചിട്ട്. അപ്പൊ എന്നാലും ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അശ്വിനും ഞാനും കൂടെ കുറച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരും. അതെ, മുഖത്തിലെ എക്സ്പ്രഷനൊക്കെ മാറുന്നുണ്ട്. അതെ അതെ ഇതിനെപ്പറ്റി വല്ലാണ്ട് അറിയുന്നില്ല, പക്ഷെ അറിയുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വെയിറ്റ് ഉണ്ടല്ലേ? ക്വാളിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോ. അപ്പൊ ഇതിനെ കുറിച്ച് പറയാം. നമ്മളെ മെയിൻ ബോക്സിലില്ലേ ഈ ഒരു സാധനം, അതായത് ഈ ഒരു സാധനം, പിന്നെ ഈ ഒരു സാധനം വരുന്നത് ഒരു ചാർജിങ് പോർട്ട്, ഒരു ചാർജിങ് പോർട്ട്, പിന്നെ നമ്മളെ മെയിൻ സാധനം ചാർജിങ്. അത് വെച്ചാല് ഒന്ന് വേണമെങ്കിൽ ഇതിന് നമുക്ക് കുത്താം, പിന്നെ ഒന്ന് ഫോണിന് വേണം ഫോണിന് കുത്താം. അല്ലാണ്ട് തന്നെ ഫോണിന് കുത്താൻ പറ്റും. ഇതിന്റെ അല്ലാണ്ട് തന്നെ രണ്ടും ഒരുമിച്ച് ചാർജ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് കൊടുക്കുന്നത്. കടയിൽ സാധനത്തിന് ഒരുമിച്ച് ചാർജ് ചെയ്യാം. ഇതാണ് നമ്മുടെ സാധനം. ഇതാണ് നമ്മുടെ സാധനം അല്ലേ? ഈ കുഞ്ഞി സാധനമാണ് വലിയ സൗണ്ട് വരുന്നത്. അതെ, വലിയ ശബ്ദങ്ങൾ നൽകാൻ വേണ്ടി. അല്ലെങ്കിൽ എന്റെ വലിയ ശബ്ദം ഹലോ 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 എന്റെ കുറച്ച് കുഞ്ഞി ശബ്ദം. പിന്നെ നമുക്ക് ഇത് പഠിക്കാം. പിന്നെ എന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫെസിലിറ്റി വെച്ചല്ലേ എന്താ ഇത്? അല്ല, ഇത് നമുക്ക് ക്ലിപ്പ് ചെയ്യാം. ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. അതെ, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫെസിലിറ്റീസ്. ഇഷ്ടപ്പെട്ടത് മറ്റേ മാഗ്നറ്റ് ഒട്ടിച്ച് അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സ്റ്റാൻഡ് കുറച്ചുകൂടെ നല്ല ഒരു സ്റ്റാൻഡേർഡ്. അതായത് നമുക്ക് പ്രൈസ് കൂടിയ ഇതിൽ മാത്രമേ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളൂ. മാഗ്നറ്റിക്കിന്റെ നല്ല നല്ല അടിപൊളി മാഗ്നറ്റാണ്. സൂപ്പർ കിടൽ മാഗ്നറ്റാണ്. ഇത് നമ്മളെ അടുത്ത സാധനം. ഇതാണ് നമ്മളെ മൊബൈലിന്റെ ബാക്കിൽ കണക്ട് ചെയ്യുന്ന USB-ന്റെ സംഭവം. ഇത് കണക്ട് ചെയ്താലേ മറ്റേ സാധനം ആവുമല്ലോ. നമ്മളിത് കണക്ട് ആവുമല്ലോ. ഇത് ഈ സാധനം കണക്ട് ചെയ്യുമ്പോൾ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക്കലി ഈ സാധനം ഇതിൽ നിന്ന് ചാർജ് കയറും. ഇതില് മൊബൈലിൽ കുത്തിയാൽ മാത്രമേ ഇത് ഓൺ ആവുള്ളൂ. ഈ സാധനം ഓണാണ് മൊബൈലിൽ കണക്ട് ചെയ്യണം. ഇത് അല്ലാണ്ട് ഓണാവും. ഇതാണ് കേട്ടോ മോൾ ഭാഗം. ഇത് മോൾ ഭാഗം. ഈ രണ്ട് ഒരു എന്താ പറയാ, രണ്ട് കണ്ണ് പോലത്തെ സാധനം മോൾ ഭാഗം. ഇപ്പൊ നമ്മള് ഇതുവരെ ഉള്ളത് നമ്മള് ഇത് കുത്താണ്ടിൽ സൗണ്ടാണ്. നമ്മള് കുത്തിയിട്ട് എന്തെങ്കിലും വ്യത്യാസം ഒന്ന് നമുക്ക് ശബ്ദം കൊടുക്കാം. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഓണാവും. നോക്കട്ടെ, വെച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാം. ഈ നല്ല ശബ്ദത്തെ ഒന്നുകൂടി നല്ല ശബ്ദമാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഈ സാധനത്തിൽ ബ്ലിങ്ക് ചെയ്യും. ഈ സാധനം ബ്ലിങ്ക് ആവും. ഓൺ ആയി കഴിഞ്ഞാൽ ഈ സാധനം ബ്ലിങ്ക് ആവും. ഇത് കണക്ഷൻ്റെ ഇതാണ്. അതുപോലെ ഇതിലുമേ ലൈറ്റ് ഉണ്ടാവും. ഈ സാധനം കുത്തുമ്പോൾ ഇതിലുമേ ലൈറ്റ് ഉണ്ടാവും. സംഭവം ഇപ്പൊ രണ്ടും കണക്ട് ആയിട്ടുണ്ട്. മൈക്കില് രണ്ട് കണക്ട് ആയിട്ടുണ്ട്. കണക്ട് ആയി കഴിഞ്ഞാൽ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് എന്റെ ശബ്ദം? മനോഹരമാണ്. രണ്ട് ലൈറ്റ് എത്തും. അതെ, ഒന്ന് കണക്ട് ആയി കഴിഞ്ഞാൽ ഒരു ലൈറ്റ് എത്തും. അതെ, മറ്റേത് കണ്ടിട്ട് മറ്റേ ലൈറ്റ് എത്തും. അങ്ങനെ അതിന്റെ സിസ്റ്റമാറ്റിക് സാധനം. ഓക്കെ, അപ്പോൾ രണ്ടും കത്തുണ്ടല്ലേ? അപ്പോൾ ഞാൻ അത് വെച്ച് നോക്കാം എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇങ്ങനെയല്ല, തിരിച്ചിട്ടല്ലേ ആവുള്ളൂ. ഇങ്ങനെ അറിയണം. വെക്കുന്നതന്നെ ഫസ്റ്റ് പാളിയിരിക്കുന്നു. ഓക്കെ ഓക്കെ. ഹലോ ഹലോ, എങ്ങനെയുണ്ട് എൻ്റെ മനോഹരമായ ശബ്ദം? കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്ക് എൻ്റെ ഇപ്പോൾ ഓൾറെഡി ഓണാണ്. അവിടെ റെക്കോർഡായിരിക്കുമോ? അതെ അല്ലേ, റെക്കോർഡ് അത്രേ. ഇത് ഇപ്പോൾ ഓണാണ്. ഇതിങ്ങനെ ഞെക്കി പിടിച്ച സാധനം ഓഫായി. ഇതിപ്പോൾ ഓഫായില്ലേ? ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഓണായി. സാധനം ഓണായി. അത് ബ്ലിങ്ക് ചെയ്യും. അപ്പം ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ഓട്ടോമാറ്റിക് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ഈ സാധനം ഈ താഴത്തെ സാധനം ഞെക്കി കഴിഞ്ഞാൽ ഇതുണ്ടോ? ഇത് 1 ലെവൽ നോയ്സ് ക്യാൻസലേഷൻ ആണ്. എൻ്റെ അല്ല, നിന്റെ മാത്രമേ ആയിട്ടുള്ളൂ. എൻ്റെ മാത്രം. പിന്നെ രണ്ടാമത് ഒന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ രണ്ടോട്ട് സാധനം ബ്ലിങ്ക് ചെയ്യും. അപ്പൊ സെക്കൻഡ് ലെവൽ നോയ്സ് ക്യാൻസലേഷൻ.
അപ്പൊ ഒന്നുകൂടെ നോക്കി കഴിഞ്ഞാൽ ഇത് 3 ലെവൽ നോയ്സ് ക്യാൻസലേഷൻ ഞങ്ങളിപ്പോ കണ്ടുപിടിച്ചാട്ടോ. ഇതിപ്പോ നമ്മൾ കണ്ടുപിടിച്ച സത്യമാണ്. ഇങ്ങനെ ഇതിനെ കുറിച്ചുള്ള റിവ്യൂ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഇടും. നമ്മുടെ ഓരോ വീഡിയോസിൽ ഇങ്ങനെ വരും അല്ലേ, ഇത് അങ്ങനെയാണ് ഇത് അങ്ങനെയാണ് പറഞ്ഞിട്ട്. ഇത് പിന്നെ ഇത് ഞെക്കി കഴിഞ്ഞാൽ മ്യൂട്ട് ആവട്ടോ. ഇവിടെ മ്യൂട്ടിന്റെ ബട്ടൺ ഉണ്ട്. ഇപ്പൊ ഞാൻ വർത്തമാനം ഞെക്കി കഴിഞ്ഞാൽ അതിന്റെ ബോഡി അങ്ങനെ ചമ്മന്നിട്ട് പോകും. പക്ഷെ എന്റെ കിട്ടും, ഇതിൽ കിട്ടും. എന്റെ കിട്ടും. അപ്പൊ നീ മ്യൂട്ട് ആയി നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പോയാലോ വേണ്ട, റിസ്ക് എടുക്കാൻ വയ്യ. അപ്പൊ വേണം ഞെക്കി വാങ്ങിട്ട് അതാണ്. അപ്പോ അതിനെ കുറിച്ച് സംഭവമായി ആയിന്ന് വിചാരിക്കുന്നില്ലേ? ഏകദേശം ആയി. ബോക്സ് നല്ലൊരു ബോക്സാണ്. അതെ അതെ, കാണാൻ നല്ല രസമുണ്ട്. നല്ല മനോഹരമായ കൊള്ളാം. 80% ചാർജ് ഉണ്ടല്ലേ? ഹൈ മനോഹരമായിരിക്കണോ ഇത്? ബോക്സ് അടിപൊളി ബോക്സാണ്. അതായത് നല്ല പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. അതെ, കാണാനൊക്കെ അടിപൊളിയാ, സൂപ്പർ സാധനം. അമ്പോ, ഞാൻ ആദ്യമായിട്ടോ അങ്ങനത്തെ സാധനം കാണുന്നത്. നമ്മൾ വലിയ ആളുകളൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ സാധനം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു ആകാംക്ഷയുണ്ട് ഇതൊക്കെ കാണുന്നതും ഉപയോഗിക്കാനും. ഇതൊക്കെ ഉപയോഗിച്ച് നല്ല രീതിക്ക് ഞങ്ങൾക്ക് വളർച്ച ഉണ്ടാവാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളർച്ച ഉണ്ടാവില്ലേടാ? ഉണ്ടാവും, നല്ല രീതിയിൽ വളർച്ചയൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങളെ സപ്പോർട്ടും വേണം കേട്ടോ, എന്നാലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. അല്ല, ഞങ്ങൾ നല്ല വീഡിയോ ചെയ്താൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന നമുക്കറിയാം. പിന്നെ നല്ല വീഡിയോ വരും, പേടിക്കൊന്നും വേണ്ട. ഈ ബോക്സിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് ശരത്തിന്റെ ഇല്ലോണ്ട് അതെ, ഒരു മൈക്ക് ശരത്തിന്റെ അതെ. അപ്പൊ എന്തുകൊണ്ട് വെച്ചാൽ മറ്റൊരു മൈക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു സൈഡ് മാത്രം ബ്ലിങ്ക് ആവുന്നത്. ഈ ഒരു സൈഡ് ചാർജ് കയറുന്നതായത് ഓൾറെഡി ഈ ബോക്സിൽ ചാർജ് ചെയ്യാൻ പറ്റും. കട്ട കാണിക്കുന്നത് അപ്പൊ ഇപ്പുറത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്തും കട്ട കാണിക്കുക, സെയിം സാധനം. ശരിയാ. അത് എന്താ പറയുക, പുറത്തന്നെ നല്ല ഒരു ഫെസിലിറ്റി. LED നമുക്ക് ഡിസ്പ്ലേ കൊടുത്ത് നമ്മളെ ഇങ്ങനെ ഇയർപോഡിന്റെ ഒക്കെ പോലെ തന്നെ അല്ലേ? ശരിക്കും പറഞ്ഞ ഇയർപോഡ് തന്നെ, ഏകദേശം ഇയർപോഡ് ഗ്രീനിയറോ നല്ല ബ്രാൻഡാ തോന്നുന്നുണ്ട്. ഇപ്പം പറഞ്ഞിട്ട് അറിയാം കേട്ടോ, എനിക്കറിയൊന്നുമില്ല. അതിന്റെ കുറച്ച് യൂട്യൂബിൽ നോക്കിയിട്ട് ആരാ സജസ്റ്റ് ചെയ്താരാ? ഇവൻ തന്നെ തേടി കണ്ടുപിടിച്ച സാധനം കേട്ടാ. അപ്പൊ മോശമാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. അശ്വിനി ഒരു സംഭവമാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. പിന്നെ ഇതിന്റെ ഉള്ളിലുണ്ട് മെയിൻല്ലോ ഇതിന്റെ ഉള്ളിൽ വെച്ചാല് ഇതുണ്ടാ ചാർജ് കേറുന്നതും ഈ സാധനത്തിലും കാണിക്കും. ഈ ബോക്സ് അല്ലാണ്ട് ഇതിന്റെ ഉള്ളത്തെ ഇതിലും നമ്മൾക്ക് കാണിക്കും മാർക്കറ്റ്. നല്ലൊരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. അതെ, ഒരു സത്യം പറഞ്ഞാ ഇതിനെപ്പറ്റി ഇത്ര പറയാലോ, നമുക്ക് രണ്ടൊക്കെ അറിയില്ല. പിന്നെ യൂസ് ചെയ്തിട്ട് വേണം നല്ല അഭിപ്രായം ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ട്. അപ്പോൾ നമ്മളിത് നല്ല രീതിക്കൊക്കെ എടുത്ത് നല്ലൊരു സൗണ്ടിലൂടെയും പാട്ടൊക്കെ വരും നമ്മുടെ. അപ്പൊ നിങ്ങൾ കേൾക്കണം. ഇനി വരാൻ പോകുന്നത് വലിയ പഴശ്ശിയുടെ യുദ്ധം മാത്രമല്ല, ഞങ്ങളുടെ വീഡിയോ കൂടെ നിങ്ങൾ കാണേണ്ടി വരും. കാണണം, ജസ്റ്റ് കണ്ടോ പൊക്കോളി, നല്ല രസല്ലേ. അപ്പൊ നമ്മള് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞില്ല അപ്പൊ ഞങ്ങളെ യാത്രയെ കുറിച്ച് ഒരു സംഭവം, നമ്മളൊരു പുതിയ ട്രിപ്പ് കമ്മിങ് സൂൺ ആണ്. അതെ, കമ്മിങ് സൂൺ. അടുത്ത് തന്നെ പോകുമെന്ന് വിചാരിക്കും. കുറച്ച് ബഡ്ജറ്റിന്റെ സാധനം വരും, കൺഫേം വരും. നല്ലൊരു സ്ഥലമാണ്. അതെ, അപ്പൊ നമ്മൾ അതിലേക്ക് സ്ഥലത്തിനെ പറ്റി എന്തെങ്കിലും വേണ്ടല്ലേ? പുഴ, മല, കാട്. അല്ലല്ല, അതൊന്നല്ല. ഇവനങ്ങനെ വല്ലതും പറയും. അതൊന്നല്ല, ഇവന് സ്ഥലം അറിയില്ല. എങ്ങോട്ടെങ്കിലും പോവാം. സംഭവം വെച്ചാല് നല്ലൊരു സ്ഥലം വരുന്നുണ്ട്. എന്തായാലും നോക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ട്രിപ്പിന്റെ വീഡിയോ ഒന്നല്ല, നമ്മള് സ്ഥലം നോക്കി വെച്ചാൽ 1, 2, 3 സ്ഥലമുണ്ട്. ഫസ്റ്റ് എന്തായാലും ഇതിലെ ഒരു സ്ഥലത്തേക്ക് പോകും, അല്ലാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ വീഡിയോയിലൊക്കെ ഞങ്ങൾ എത്തും. വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തും. നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, അപ്പം അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക. അല്ല, അതിന്റെ ഇടയിൽ ചെറിയ വീഡിയോ ഞങ്ങൾ വരും കേട്ടോ. സൈനിങ് ഓഫ് അറിയല്ലേ? അപ്പോൾ സൈനിങ് ഓഫ് അശ്വിൻ ആൻഡ് ശരത്. ബൈ ബൈ.